സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച വിഷയം നിയമസഭയിൽ ചർച്ചയാക്കി പ്രതിപക്ഷം. ധനവകുപ്പ് പരാജയമാണെന്നും നികുതി പിരിവ് നടക്കുന്നില്ല എന്നും പ്രതിപക്ഷം ആരോപിച്ചു. മാത്യു കുഴനാടൻ MLA ആണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. GST ഗ്രോത്തിൽ GST വളർച്ചയിൽ 2.52% കുറവ് വന്നിരിക്കുകയാണ് സാർ. അപ്പൊ മന്ത്രി പറഞ്ഞ ടേക്ക് ഓഫിനെ സംബന്ധിച്ച് നിർഭാഗ്യവശാൽ എനിക്ക് തോന്നുന്നത് അഹമ്മദാബാദിലെ എയർ ഇന്ത്യ ടേക്ക് ഓഫ് ചെയ്ത മാതിരി ആയപ്പോൾ സംശയമുണ്ട് സാർ. ടേക്ക് ഓഫ് ചെയ്ത ഉടനെ തന്നെ കൂപ്പുകുത്തി താഴത്തേക്ക് പോരുന്ന സ്ഥിതി ഉണ്ടായി. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും കാര്യങ്ങൾക്ക് മുടക്കം വരുത്തിയിട്ടില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ മറുപടി നൽകി. സാമ്പത്തികമായി കാര്യങ്ങൾ ചെയ്യുന്നതിന് ഗവൺമെന്റ് വളരെ പുറകോട്ടാണ്, ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത്. സാർ, സാമ്പത്തികമായി കേരളത്തിന് കിട്ടേണ്ട വലിയ തോതിലുള്ള തുക കിട്ടുന്നില്ല, അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുള്ളത് ഏത് സമയത്തും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചോദിക്കുന്നത് കേട്ടു, കേരളത്തിന് സാമ്പത്തികമായി പ്രതിസന്ധി ഉണ്ടോ ഇല്ലയോ എന്ന് പറയണം. കേരളത്തിനകത്ത് പ്രതിസന്ധി ഉണ്ടായൊന്നും നിന്നു പോകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ പറയുന്നതാ. ഇത് ഞങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷം മാത്രമല്ല, SC/ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് നൽകുന്നതിൽ പോലും സർക്കാർ വീഴ്ച വരുത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. എന്നാൽ ഈ വാദം ശരിയല്ലെന്നായിരുന്നു മന്ത്രി പറഞ്ഞത്. പിന്നീട് രേഖകൾ ഉയർത്തി പ്രതിപക്ഷ നേതാവ് ഇതിന് മറുപടിയും പറഞ്ഞു. സാർ, ഈ സർക്കാർ 4.25 വർഷം കൊണ്ട് 5126 കോടി രൂപയാണ് SC/ST മേഖലയിലെ ഈ OEC സ്കോളർഷിപ്പ് കൊടുത്തത്. സാർ, യെസ് മിനിസ്റ്റർ. ബഹുമാനപ്പെട്ട മന്ത്രി തെറ്റിദ്ധരിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാനാണ് സംസാരിച്ചത്. ഞാൻ 18/9/2025 ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യത്തിന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ OR കേളു തന്ന മറുപടി, ഈ നിയമസഭയിൽ തന്ന മറുപടിയാണ് ഞാൻ വായിച്ചത്.